ഹായ് വിഷു ഡോക്ടേഴ്സ്. കിങ്സ് 11 ബാച്ചിന്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. മക്കൾ അടിപൊളിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ പലർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ഞാൻ ഈ ബാച്ചിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ നീറ്റ് ലെവലിലാണോ പഠിക്കുന്നത്, അതായത് എനിക്ക് ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സസ് വെറും പ്ലസ് 1 ലെവൽ മാത്രമാണോ അതോ നീറ്റ് ലെവലിലാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ കാരണം നീറ്റിൽ നിങ്ങൾക്കറിയാം കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ പഠിക്കണം, സിലബസിനെ നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് നമുക്ക് നല്ല ഡെപ്തിൽ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാലും ഏത് ലെവലിൽ പറഞ്ഞാലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ബേസിക്സ് എപ്പോഴും ക്ലിയർ ആവണം. ആ ബേസിക് ക്ലിയർ ആയതിനു ശേഷം നീറ്റ് ജെഇ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ പ്രാക്ടീസ് ആണ്. അതായത് ക്ലാസ്സിൽ നമ്മൾ വെറുതെ കോൺസെപ്റ്റ് പഠിച്ചു പോയാൽ മാത്രം പോരാ. കാരണം കോൺസെപ്റ്റുകൾ കുറെ പഠിക്കുന്നതും കുറെ തിയറി പഠിക്കുന്നതും നിങ്ങളെ ബോർഡ് എക്സാമിൽ, അതായത് നിങ്ങളുടെ ഫൈനൽ എക്സാം വരുമ്പോൾ അതിൽ എഴുതി മാർക്ക് വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മളുടെ ഗോൾ എന്താ? +2 കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റും ജെഇ നിങ്ങൾ ഏതാണോ നോക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. എസ്പെഷ്യലി നീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പോലെ നമ്മൾ തിയറി മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ ആ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ടീച്ചർ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ തന്നെ നമുക്കത് വായിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. അത് നമ്മുടെ ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇത് കൂടാതെ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയോ, എൻ്റെ ലേണിംഗ് നീറ്റ് ലെവലിലാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ മോക്ക് എക്സാംസ്. അത് നിങ്ങളുടെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമുകൾ നടത്തുന്നുണ്ട്. അതായത് ഗ്രാൻഡ് ടെസ്റ്റുകൾ എന്ന് പറയും. അതായത് നമ്മുടെ മോക്ക് എക്സാമുകൾ, നീറ്റ് മോഡലിലുള്ള മോക്ക് എക്സാമുകൾ നമ്മുടെ ആപ്പിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്കായിട്ട്, ഓൺലൈൻ എക്സാമുകൾ. അപ്പം ഈ എക്സാമുകൾ നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഇതിന്റെ ഷെഡ്യൂൾ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുന്ന അനുസരിച്ചിട്ട് ആ ചാപ്റ്റർ നമ്മൾ എത്രമാത്രം പഠിച്ചു, നമ്മൾ പഠിച്ചത് നീറ്റ് ലെവലിലാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ എക്സാമുകളാണ്. ഈ എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല പോലെ നോക്കുക. ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോയ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എവിടെയാണ് നമ്മൾ ഫെയിൽ ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പം നമുക്ക് എന്താ പറയുക, കോൺസെപ്റ്റ് ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല, ചില ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചില എന്താ പറയുക, NCERT നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ NCERT വായിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാകും. അത് ആദ്യമേ മനസ്സിലാക്കണം. അങ്ങനെ ആ മിസ്റ്റേക്കുകളെ നല്ലപോലെ അനലൈസ് ചെയ്ത് പോകുന്നത് നിങ്ങളെ ആദ്യമേ തന്നെ എന്താ പറയുക, നീറ്റ് ലെവലിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നീറ്റ് ലെവൽ അല്ലല്ലോ, നീറ്റ് ലെവൽ എത്തുന്നില്ലല്ലോ നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ സൈഡിൽ നിന്നും കൂടി കുറച്ച് എഫേർട്സ് ഇടണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓരോ എക്സാമിന് ശേഷവും നിങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ കീയും ഷെയർ ചെയ്യുന്നതാണ്, അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പാരന്റ് ടീച്ചർ മീറ്റിംഗും ഉണ്ടായിരിക്കും കിങ്സ് 11 ബാച്ചിലുള്ളവർക്ക്. അപ്പോൾ അവിടെ നിങ്ങൾക്കുള്ള കൺസേൺസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക, എക്സാമുകളൊന്നും മിസ് ചെയ്യരുത്. ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം കോൺസെപ്റ്റ് മനസ്സിലായോ നോക്കുക. മനസ്സിലായെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ ചെയ്തു നോക്കുക. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പിന്നീട് വരുന്ന പരീക്ഷകളെല്ലാം തന്നെ എഴുതാൻ നോക്കുക. ഇതാണ് നിങ്ങളെ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക്. Thank you.